19 സൈക്കിൾ യാത്രികൻ കാറിടിച്ചു മരിച്ചു. അപകടമരണമെന്ന് എഴുതിത്തള്ളിയിരുന്ന സംഭവമാണ് പോലീസ് അന്വേഷണത്തിൽ കൊട്ടേഷനിലൂടെ നടത്തിയ അരുംകൊലയാണെന്ന് കണ്ടെത്തിയത്. കൊലപാതകത്തിന്റെ കൊട്ടേഷനെടുത്ത അനി, ഇയാളുടെ സുഹൃത്ത് മാഹിൻ, കാർ വാടകയ്ക്കെടുത്ത ആസിഫ്, ധനകാര്യ സ്ഥാപന ബ്രാഞ്ച് മാനേജർ സരിത, അക്കൗണ്ടന്റ് അനൂപ് എന്നിവരാണ് പിടിയിലായത്. മുൻ BSNL ജീവനക്കാരനായിരുന്ന പാപ്പച്ചൻ ആശ്രാമത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ 78 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു. ഈ തുക തട്ടിയെടുക്കാൻ ബ്രാഞ്ച് മാനേജറും അക്കൗണ്ടന്റും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു കൊലപാതകം. സ്ഥിരം സൈക്കിളിൽ യാത്ര ചെയ്യാറുള്ള പാപ്പച്ചനെ അപകടത്തിലൂടെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. അതിനായി കൊല്ലം സ്വദേശിയായ അനിക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകി. 3 തവണ പാപ്പച്ചനെ ഓട്ടോറിക്ഷ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഈ ശ്രമം പരാജയപ്പെട്ടതോടെ മെയ് 26-ന് ആശ്രമത്തിന് സമീപം വെച്ച് കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മരണത്തിന് ശേഷം അച്ഛന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് കാട്ടി മക്കൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന കണ്ടെത്തലിലേക്ക് നയിച്ചത്. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകമെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവത്തിന് മുമ്പ് സരിതയും അനൂപും പുതിയ സിം കാർഡ് എടുത്തു. ഈ സിമ്മിലൂടെയായിരുന്നു അനിയുമായി സംസാരിച്ചത്. കൊലപാതകത്തിന് ശേഷം പാപ്പച്ചന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 2 ലക്ഷം രൂപ അനിക്ക് കൈമാറി. പിന്നീട് പലതവണയായി 18 ലക്ഷത്തോളം രൂപയാണ് കൊട്ടേഷന് വേണ്ടി ഇയാൾ വാങ്ങിയത്. മക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് മാനേജറുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി. അനിയും അനൂപും സരിതയും തമ്മിൽ അപകടത്തിന് മുമ്പ് ഫോണിൽ പലകുറി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും വ്യക്തമായി. അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ പണമിടപാട് സംബന്ധിച്ച കാര്യങ്ങളും കണ്ടെത്തി. ഇതോടെയാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതും കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതും. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.